നമസ്കാരം. വാർത്താസന്ധിയിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ സംഘടിതമായി കൊള്ളയടിച്ചെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. അതേസമയം ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് ആരംഭിക്കുന്നത് അദ്വൈതം സിനിമയിലെ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. ക്ഷേത്രം സംരക്ഷിക്കേണ്ട മുരാരി ബാബു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകുന്നത് പരിഗണിക്കാനാവില്ല. മുൻ MLA കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി SITയോട് ആവശ്യപ്പെട്ടു. അതേസമയം ദ്വാരപാലക കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരും. അന്വേഷണം പൂർത്തിയാകാത്തതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്ന് അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. സ്ട്രോങ് റൂം തുറന്ന് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് ഇളക്കിമാറ്റിയ പഴയ കട്ടിളപ്പാളികളിലെ സ്വർണവും പരിശോധിച്ചു. സ്വർണപ്പാളികളിലെ അളവും തൂക്കവും SIT ശേഖരിച്ചു. ഇന്നും നാളെയും സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലും SIT പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. 24 കൊല്ലം, പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ശബരിമലയിൽ നടന്നത് വ്യാപക ക്രമക്കേട് നീടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടെന്നും കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ED പിടിച്ചെടുത്തു. വിപിൻ C. വിജയൻ കൊച്ചിയിൽ നിന്ന്. വിപിൻ, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ED നൽകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന SITയുടെ കണ്ടെത്തൽ ശരിവയ്ക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സുപ്രധാന നീക്കം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പ്രധാന പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. 1.3 കോടി രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം വരുന്ന സ്വത്തുവകകൾ, അതായത് സാധന ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ 8ഓളം സ്ഥലങ്ങൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭൂമി ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇതാണ് പ്രധാനമായും മരവിപ്പിച്ചിരിക്കുന്നത്. 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കളാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷനിലും ഒരു പരിശോധന നടന്നിരിക്കുന്നു. അവിടെ നിന്നും 100 ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് സ്വർണ്ണ കട്ടികളായിട്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറമായി അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതുകൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഇനിയും കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം EDയുടെ ഭാഗത്ത് ഇവരുടെയൊക്കെ പ്രധാന പ്രതികളുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. അവിടെ നിന്നും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ മഹസർ ഉൾപ്പെടെയുള്ളവ പിടിച്ചിട്ടുണ്ട്. ഈ മഹസറിൽ പറയുന്നത് പോലെ തന്നെ, അതായത് SITയുടെ കണ്ടെത്തൽ പോലെ തന്നെ ബോധപൂർവം അവിടെ നിന്നും ശബരിമലയിൽ നിന്ന് സ്വർണം പുറത്തേക്ക് പോയപ്പോൾ അതിൽ ചെമ്പെന്ന് എഴുതി ചേർക്കുകയായിരുന്നു. സ്വർണത്തിന് പകരം ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തത് ബോധപൂർവമാണെന്ന് EDയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ശബരിമലയിൽ നടന്നു എന്നുള്ളതും നിസ്സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പറയുകയാണ്. വിപിൻ C. വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം ശക്തമാകുന്നതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സമ്മതിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചടങ്ങിന് ക്ഷണിച്ചതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നാണ് വിശദീകരണം. കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിക്ക് പിന്നാലെയാണ് വിശദീകരണം. 1.5 മാസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന മൊഴി നൽകിയത്. നേതാക്കൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയത്. 2017 മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഇതായുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. അവർ ചടങ്ങിൽ പങ്കെടുത്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, വാങ്ങിയിട്ടില്ല.
പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. 24 തിരുവനന്തപുരം. ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷംജിദ മുസ്തഫ അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഷംജിദയെ പിടികൂടിയത്. പ്രതിയെ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിദ മുസ്തഫയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. മുഖം മറച്ച് സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന. പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് വാഹനത്തിലാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തിനകം ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. ഷിംജിദ അറസ്റ്റിലായതിൽ സന്തോഷമുണ്ടെന്നും പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. എനിക്ക് എന്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മക്ക് വരാൻ പാടില്ല. അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇവിടെ ഒരിക്കലും പുറത്തിറക്കാൻ പാടില്ല. അവിടെ കിട്ടിയിട്ട് നല്ല ഇതിൽ ഓരോ ശിക്ഷ അനുഭവിക്കണം. ഈ ഇതിൽ തന്നെ ഓളെ കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. പ്രതിക്ക് പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നു എന്നാരോപിച്ച് BJP പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലക്ക് കൊടുത്ത കൊലയാളിയെ തുടക്കം മുതൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ സംരക്ഷിക്കാനുള്ള പരിശ്രമമുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്. വ്യാപക വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ വർഗീയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചും പ്രസ്താവന പിൻവലിച്ചും മന്ത്രി സജി ചെറിയാൻ. സഹോദരങ്ങൾക്കും സംഘടനകൾക്കും വേദനയുണ്ടാക്കിയതുകൊണ്ട് പരാമർശം പിൻവലിക്കുന്നുവെന്ന് സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖേദപ്രകടനം പാർട്ടി നിർദ്ദേശപ്രകാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. ഖേദം പ്രകടിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് വർഗീയ പരാമർശം പിൻവലിച്ചോടാൻ മന്ത്രി സജി ചെറിയാൻ നിർബന്ധിതനായത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതോടെ പാർട്ടിയും കൈവിട്ടെന്ന് വ്യക്തമായി. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ, ഇന്നും അതെ, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് പ്രസ്താവന നടത്തിയ വിമർശനവും ഖേദപ്രകടനം നടത്താൻ സജി ചെറിയാനെ നിർബന്ധിതനാക്കി. താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചു. ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞുവെന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം വളരെയധികം വേദനിപ്പിക്കുന്നു. ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും തെറ്റിദ്ധരിച്ചത് വേദനയുണ്ടാക്കുന്നു. പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു, പ്രസ്താവന പിൻവലിക്കുന്നു. ഇതാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം. എന്നാൽ ഖേദപ്രകടനം കൊണ്ട് പ്രശ്നം തീരുന്നില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആവശ്യമുയർന്നു. ഖേദപ്രകടനം നടത്തിയെങ്കിലും വെള്ളിയാഴ്ച മുതൽ നടക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ പരാമർശം ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിലിന്റെ അംഗീകാരം. G സുകുമാരൻ നായരുമായി തുഷാർ വെള്ളാപ്പള്ളി ഉടൻ കൂടിക്കാഴ്ച നടത്തും. കാലത്തിന്റെ അനിവാര്യതയാണ് നടപ്പാകാൻ പോകുന്നതെന്ന് G സുകുമാരൻ നായർ പ്രതികരിച്ചു. 1976, 2005, 2012 ചരിത്രത്തിൽ 3 തവണയാണ് NSSും SNDPയും ഒരുമിച്ചത്. 3 തവണയും തല്ലിപ്പിരിഞ്ഞതും ചരിത്രം. പഴയതൊക്കെ മറന്നാണ് 4ാം തവണയും ഐക്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. ആലപ്പുഴയിൽ ചേർന്ന SNDP യോഗം കൗൺസിൽ യോഗത്തിൽ എതിർപ്പില്ലാത്ത തീരുമാനം അംഗീകരിക്കപ്പെട്ടു. NSSുമായുള്ള ചർച്ചകൾക്ക് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ചുക്കാൻ പിടിക്കും. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിന് ശക്തമായി മുമ്പോട്ട് പോകാനും സുകുമാരൻ നായർ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അതുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നേടാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. SNDP പ്രതിനിധിക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്ന NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ഐക്യം കാലത്തിന്റെ അനിവാര്യതയെന്നും പ്രതികരണം.
എക്സിക്യൂട്ടീവ് ചേർന്ന ഐക്യത്തിൽ അന്തിമ തീരുമാനം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. മുസ്ലിം ലീഗിനോട് മാത്രമാണ് പ്രശ്നമെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് ജി സുകുമാരൻ നായർ തയ്യാറായില്ല. 24 ആലപ്പുഴ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും. പ്രതിപക്ഷ നേതാവ് പുകഞ്ഞ കൊള്ളിയെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അതേസമയം വി ഡി സതീശനെ കോൺഗ്രസ് പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും അതിന്റെ ആവശ്യമില്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഈ പോഞ്ഞ കൊള്ളിയാണ്, അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. സതീശനെ എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യം? അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആളാകണ്ട. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ലെന്ന്, ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. മാധ്യമ മേഖലയെ ഞെട്ടിച്ച ടെലിവിഷൻ ബാർ റേറ്റിംഗ് തിരിമറിയിൽ നിർണായക നീക്കവുമായി കേരള പോലീസ്. മുംബൈയിലെ ബാർക്ക് ആസ്ഥാനത്തെത്തിയ പോലീസ് ആരോപണ വിധേയനായ ജീവനക്കാരൻ പ്രേംനാഥിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. റേറ്റിംഗ് തട്ടിപ്പ് വാർത്ത പുറത്തുവന്ന അന്ന് മുതൽ നിർബന്ധിത അവധി നൽകി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രേംനാഥിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. കളമശ്ശേരി സ്റ്റേഷനിലെ SHO ടി ദിലീഷ്, ഗ്രേഡ് SI സെബാസ്റ്റ്യൻ ആന്റണി, സൈബർ ഡോം ASI ഡെൽഫിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മുംബൈയിലെ ബാർക്ക് ഓഫീസിൽ എത്തിയത്. 20 മണിക്കൂറിലേറെ നേരം മൊഴിയെടുപ്പും തെളിവ് ശേഖരണവും നീണ്ടു. ഓപ്പറേഷൻ സത്യയുടെ വിവരങ്ങൾ 24 പുറത്തുവിട്ട അന്നു തന്നെ ബാർക്ക് നേതൃത്വം പ്രേംനാഥിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇയാളുടെ ഫോൺ വാങ്ങിച്ച് സ്വകാര്യ ലാബിൽ ഫോറൻസിക് പരിശോധനയ്ക്കും കമ്പനി അയച്ചു. ഇതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പോലീസിന് കൈമാറാൻ ബാർക്ക് തയ്യാറായിട്ടില്ല. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിനായി പോലീസ് നോട്ടീസ് കൊടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോണിൽ നിന്ന് രേഖകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസിന്റെ അടുത്ത നടപടി. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടന്ന കാലയളവിലെ വിശദമായ റേറ്റിംഗ് ഡാറ്റയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9 സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്ന് സമ്മതിച്ച പ്രേംനാഥ് തൊടുന്യായങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. 2 അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ബാർക്ക് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് മുന്നിൽ ഹാജരായത്. പ്രേംനാഥിന് പുറമെ ബാർക്കിലെ മാനേജ്മെന്റ് അഷുറൻസ് ഹെഡ്, ടെക്നിക്കൽ IT ഡിവിഷനുകളുടെ വൈസ് പ്രസിഡന്റുമാർ, ബാർക്കിലെ മലയാളി ഉദ്യോഗസ്ഥരായ സുമാ രമേശ്, മനോജ് നായർ എന്നിവരിൽ നിന്നൊക്കെ കേരള പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി. രാഹുലിനെതിരെ 10ലേറെ പീഡന ആരോപണങ്ങളുണ്ടെന്നും ഇതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത അതിജീവിത എന്നുമാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ പരാമർശം. ഇക്കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. തന്നെ ഭീഷണിപ്പെടുത്തി രാഹുൽ നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും യുവതി പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് NDTV വോട്ട് വൈബ് സർവേ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പകുതിയിലധികം ജനങ്ങളും അതൃപ്തർ എന്നാണ് സർവേയിലെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും സർവേയിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളുമായാണ് NDTV വോട്ട് വൈബ് കേരള ട്രാക്കർ സർവേ നടത്തിയത്. 52% പേർ സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു. 35% പേർ മാത്രമാണ് LDF സർക്കാരിനെ പിന്തുണച്ചത്. 12% ആളുകൾ സർക്കാരിൻ്റേത് ശരാശരി പ്രകടനമെന്നും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ജനപ്രീതിയിലും ഇടിവുണ്ടായതായി സർവേ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. പിണറായി വിജയൻ 18% പേരുടെ പിന്തുണയോടെ രണ്ടാമതും, CPIM നേതാവ് KK ശൈലജ 16.9% പേരുടെ പിന്തുണയോടെ തൊട്ടു പിന്നാലെയുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് 14.7%, ശശി തരൂരിന് 9.8%മാണ് പിന്തുണ ലഭിച്ചത്. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്നാണ് പ്രവചനം. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക യോഗങ്ങൾക്ക് പാർട്ടികളും മുന്നണികളും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് മറ്റന്നാൾ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നാളെ NDA യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും.
AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച ഡൽഹിയിലെത്താനാണ് നേതാക്കൾക്ക് നിർദ്ദേശം. പ്രചാരണ തന്ത്രം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയവ ചർച്ചയാകും. അതേസമയം വൈക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി M കബിക്കാട് പറഞ്ഞു. താരതമ്യേന ഒരു ധാരണയിൽ പോവുക ചെയ്യുന്നത് എനിക്ക് മാത്രം എന്തോ അധിക ബാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഞാൻ പഴയ നിലപാടെല്ലാം കൈയൊഴിയുന്നു. UDFിന്റെ നിലപാട് ഏറ്റെടുക്കും. അങ്ങനെയല്ലത്. എനിക്കെൻ്റെ ഒരു നിലപാടും മാറ്റിവെക്കേണ്ടതില്ല. NDAയിൽ 40 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് BDJS തീരുമാനം. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. നാളെയാണ് NDA യോഗം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ UDF വോട്ടുകൾ വെട്ടിമാറ്റാൻ BJP ശ്രമം നടത്തുന്നെന്ന ആരോപണവുമായി DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. LDF തുടർഭരണം അർഹിക്കുന്നില്ലെന്നും UDFിനോട് ആഭിമുഖ്യമുണ്ടെന്നും ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M ഗീതാനന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇന്ത്യയുടെ ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സ്പ്രിന്റ് ഇതിഹാസവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ ബെൻ ജോൺസൺ താരങ്ങൾക്കും പരിശീലകർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറെന്ന് ബെൻ 24നോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നും ഇവിടെ എത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നും ബെൻ ജോൺസൺ വ്യക്തമാക്കി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. Ben Johnson, the greatest sprinter of all time. 1988 സോളിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ 9.79 സെക്കൻഡിൽ ഓടിയെത്തി ലോകത്തെ ഏറ്റവും വേഗമേറിയ മനുഷ്യനായ ബെൻ സിൻക്ലെയർ ജോൺസൺ അഥവാ ബെൻ ജോൺസണ് ഇന്നും അതേ പ്രസരിപ്പ്. ഇപ്പോൾ കാനഡയിൽ പരിശീലകന്റെ കുപ്പായത്തിലുള്ള താരം DC ബുക്സിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമാവാനാണ് കേരളത്തിലെത്തിയത്. കേരളത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് ബെൻ. I'm very excited to be here. It's been a long trip, but I've been told that the people here are very wonderful and very nice and very warm, and I'm looking forward to have a good business and also some sightseeing and do some sports thing on the 23rd. ഇന്ത്യ ഒളിമ്പിക്സ് ആതിഥേയരാവാൻ തയ്യാറെടുക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. Maybe on the 23rd I could show some of the coaches some tips and some stuff what to do and what to improve the athletes a little bit. 100-200 മീറ്ററുകളിലെ മുൻ ദേശീയ ജേതാവും കസ്റ്റംസ് ഇന്റലിജൻസിലെ ഡെപ്യൂട്ടി കമ്മീഷണറുമായ റോയ് വർഗീസ് IRSും സ്പോർട്സ് ജേർണലിസ്റ്റ് സനിൽ P തോമസും ചേർന്നാണ് ബെൻ ജോൺസനെ കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് ഹരികൃഷ്ണനൊപ്പം അനിൽ വാസുദേവ് 24. പൊതുജന കഴുതലസ്ത്ര എന്ന പരിപാടി കാണാം. ദിലീപ് കുമാർ എത്തും.